വേൾഡ് കപ്പിന്റെ ഗ്രൂപ്പ് സ്റ്റേജ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ആൻഡ് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത കുറെ ടീമുകൾ റൗണ്ട് ഓഫ് 32 ക്വാളിഫൈയും ചെയ്തു. ആൻഡ് ഇറ്റ്സ് ടൈം ഫോർ മൈ 1000 IQ predictions. Oh shit. Here we go again. It is time. എൻ്റെ ഫസ്റ്റ് പ്രിഡിക്ഷൻ ഓക്കെ, വേൾഡ് കപ്പ് തുടങ്ങുന്നതിന് മുന്നേ ഉള്ള ആ ഒരു പ്രിഡിക്ഷനിൽ ചെറിയ കുറച്ച് പിഴവുകളെ വന്നിട്ടുള്ളൂ. അതിന്റെ കാരണം എന്താ? ട്രംപ് എനിക്ക് തന്ന സ്ക്രിപ്റ്റ് ആള് പ്രാങ്ക് ആയിട്ട് അയച്ചതാണ് അത്ര, അതല്ല ഒറിജിനൽ ആൾ ഇപ്പൊ എനിക്ക് അയച്ചിട്ടുണ്ട്. എനിക്ക് ഫസ്റ്റ് പ്രൊഡിക്ഷനിൽ വന്ന മിസ്റ്റേക്ക് എന്നുള്ളത് ഈജിപ്ത്, DR കോങ്കോ, പരഗെ ആൻഡ് കേപ്പ് വെർത്ത്, ഈ 4 ടീംസിനെ ഞാൻ റൗണ്ട് ഓഫ് 32 പ്രിഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവർ പോകുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഞാൻ ഇട്ടിരിക്കുന്ന ഈ യു ആർ ഗേ ഒരു 3 ടീം ഒരു ഗ്രൂപ്പിൽ നിന്ന് കയറും, എന്നിട്ട് വരെ ഇവരെ കൊണ്ട് കയറാൻ കഴിയില്ല എന്നൊക്കെ ആരെങ്കിലും പ്രിഡിക്റ്റ് ചെയ്യോ? ഇല്ല. അതാണ് ഫുട്ബോളിന്റെ ഒരു മനോഹാരിത ആൻഡ് ബ്യൂട്ടി. അതുകൊണ്ട് തന്നെയാണ് ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ഓരോട് ഞാൻ വീട്ടിൽ പോവാൻ പറഞ്ഞത്. എനിവേ, ലെറ്റ്സ് പ്രിഡിക്ട് ദ റൗണ്ട് ഓഫ് 32 ഫസ്റ്റ്. നമ്മൾ ഇവിടുന്ന് തൊട്ട് ഫൈനൽ വരെ ഒന്നും കൂടെ പ്രിഡിക്റ്റ് ചെയ്യാൻ പോകട്ടോ. ആൻഡ് ഐ ക്യാൻ ഗ്യാരണ്ടി യു ദിസ് വിൽ ബി ദ പെർഫെക്റ്റ് പ്രിഡിക്ഷൻ. ഒന്നുപോലും തെറ്റൂല, ചിലപ്പോൾ ഒന്നൊക്കെ തെറ്റും. ഫസ്റ്റ് വൺ കാനഡ. ഐ എം പ്രിറ്റി ഷുവർ കാനഡ വിൽ വിൻ. ഇത് ഞാൻ ഈ മാച്ച് കഴിഞ്ഞതിന് ശേഷം റെക്കോർഡ് ചെയ്യേ അല്ല. ഓക്കെ, കാനഡ 1 ഗോളിന് ജയിക്കും. അതും നല്ലൊരു ഫൈറ്റ് ആവട്ടോ. സൗത്ത് ആഫ്രിക്ക ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് ലാസ്റ്റ് മിനിറ്റിലൊക്കെ ആയിട്ട് കാനഡ ഒരു ഗോൾ അടിച്ചിട്ട് കാനഡ ജയിക്കും. അങ്ങനെയാണ് എന്റെ പ്രിഡിക്ഷൻ. നെക്സ്റ്റ് വൺ, ഇന്ന് രാത്രി നടക്കാനുള്ളതാ, ബ്രസീൽ വേഴ്സസ് ജപ്പാൻ. ഗൈസ്, ഞാനൊരു ജാപ്പനീസ് ഫാൻ ആണ്. വാരുത കൊപ്പുതേ ഒനീച്ച. ഐ മീൻ ദ തിങ് ഈസ് റൈറ്റ്, ഇത് അത്രയും അടിപൊളി ആയിട്ടുള്ള ഒരു ഫുട്ബോൾ മാച്ച് ആവുന്നുള്ള എല്ലാ പ്രതീക്ഷ എനിക്കുണ്ട്. ആൻഡ് ജപ്പാൻ അവരുടെ ബ്ലൂ ലോക്കും റെഡ് ലോക്കും എല്ലാം വെച്ചിട്ട് ബ്രസീലിനെ വെള്ളം കുടിപ്പിക്കും. പക്ഷേ എനിക്ക് ജപ്പാൻ ജയിക്കണ്ട. ഈവൻ ടു ഐ സപ്പോർട്ട് ജപ്പാൻ, എനിക്ക് ജപ്പാൻ ജയിക്കണ്ട, എനിക്ക് ബ്രസീൽ ജയിക്കണം. കാരണം ബ്രസീൽ ജയിച്ചാൽ ആ ഒരു വേൾഡ് കപ്പിന്റെ ഒരു എസെൻസ് നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് ഐ പ്രെഡിക്റ്റ് ബ്രസീൽ. ജർമ്മനി വേഴ്സസ് പരഗെ. പരഗെ ഒക്കെ ജസ്റ്റ് എസ്കേപ്ഡ് ആട്ടോ ഗ്രൂപ്പിൽ നിന്നുള്ള എലിമിനേഷൻ. ഈവൻ തോ ജർമ്മനി ഐവറി കോസ്റ്റിനെതിരെ പറയിപ്പിച്ചു. ഒരു തോറ്റടാ. എല്ലാരും ആ 7-1 വിന്നൊക്കെ കണ്ടപ്പോ ജർമ്മനി ഈസ് ബാക്ക് എന്ന് പറഞ്ഞപ്പോ അണ്ണൻ ഗോ ബാക്ക് ആയ പോലെയാണ് ഇവര് ഐവറി കോസ്റ്റിനെതിരെ തോറ്റത്. ആരും കമന്റ് ചെയ്യണ്ട. ഓക്കെ, എനിക്കറിയാം ഐവറി കോസ്റ്റ് അല്ല, ഇക്വഡോർ. അതപ്പോ വന്ന ചെറിയൊരു മിസ്റ്റേക്ക്, എല്ലാരും ക്ഷമിക്കി. പരഗേനൊക്കെ ഇവര് തോൽപ്പിച്ചോളും, ഡോണ്ട് വെറി. നെതർലാൻഡ്സ് വേഴ്സസ് മൊറോക്കോ. ഗൈസ്, അഗൈൻ അത്രയും എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു ഫുട്ബോൾ മാച്ച് ആവുന്നുള്ള എല്ലാ എക്സ്പെക്ടേഷനും എനിക്കുണ്ട്. ഇത് കാണുമ്പോൾ ഇനി അതില്ലാതെക്കട്ടെ, അപ്പൊ ഞാൻ വല്ലതും പറയും. നെതർലാൻഡ്സ് ഈ ഒരു ഗ്രൂപ്പ് സ്റ്റേജിൽ ഏറ്റവും കൺവിൻസിങ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കൺസിസ്റ്റന്റ് ആയിട്ട് കളിച്ച ഒരു ടീമാണ്. മൊറോക്കോ പിന്നെ ബാക്കി എല്ലാ ടീമിനെയാണ് ബുദ്ധിമുട്ടിക്കും. അതാണ് ഓരോരു സ്പെഷ്യാലിറ്റി. എന്നാലും നെതർലാൻഡ്സിനെ തോൽപ്പിക്കാനുള്ളത് മൊറോക്കോയുടെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഐ വിൽ സേ നോ. നെതർലാൻഡ് സ്വീഡനെ 5 പൊട്ടിച്ച്, ജപ്പാന് 2 കൊടുത്ത്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ മൊറോക്കോയും ജപ്പാനൊക്കെ ഏകദേശം ഒരു സെയിം ലെവലിലുള്ള കൺട്രിയാണ്. ആകെയുള്ള വ്യത്യാസം എന്നുള്ളത് ജപ്പാൻ ഇച്ചിരി കൂടെ ടെക്നിക്കലാണ്, മൊറോക്കോക്ക് അതിന് പകരമുള്ള പാഷൻ ഉണ്ട്. ഐ തിങ്ക് നെതർലാൻഡ്സ് വിൽ ബീറ്റ് മൊറോക്കോ. ഫ്രാൻസ് വേഴ്സസ് സ്വീഡൻ എങ്ങാനും ഫ്രാൻസിനെ തോൽപ്പിച്ച, ഞാൻ ഒരു കാര്യം കാണിച്ചേ. വെയിറ്റ്, വെറുതെ വായത്താൾ അടിക്കല്ല. സ്വീഡൻ എങ്ങാനും ഫ്രാൻസിനെ തോൽപ്പിച്ചാൽ ജോളോ ചിപ്പ് 2 ഉണ്ട്. 1 പോർച്ചുഗൽ വേൾഡ് കപ്പ് അടിച്ചാൽ കഴിക്കാനുള്ളതും 2 സ്വീഡൻ ഫ്രാൻസിനെ തോൽപ്പിച്ചാൽ കഴിക്കാനുള്ളതുമാണ്. ഇതെന്തിനാണെന്നറിയോ? എനിക്ക് ഫ്രാൻസ് പുറത്താവണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അങ്ങനെയാണെങ്കിൽ അണ്ണൻ എന്തെങ്കിലുമൊക്കെ വഴിയിൽ എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിമുട്ടിയെങ്കിലും ഒരു വേൾഡ് കപ്പാണ് കിട്ടുള്ളൂ. അപ്പോൾ നല്ല വലിയ ടീമുകളൊക്കെ വേറെ ടീമുകൾ പുറത്താക്കണം, അതാണ് എൻ്റെ ആഗ്രഹം. അപ്പൊ അതിന് വേണ്ടിയിട്ട് സ്വീഡൻ തോൽപ്പിക്കട്ടെ, പക്ഷേ ഫ്രാൻസ് ജയിക്കുള്ളൂ. സ്വീഡൻ തോൽപ്പിക്കുന്നു, ഞാൻ അത്ര പൊട്ടണമെന്നല്ല. ഫ്രാൻസ് ജയിക്കും. നോർവേ വേഴ്സസ് ഐവറി കോസ്റ്റ്. ഇവിടെ ഞാൻ ശരിക്കും നോർവേനെ ഹെയ്റ്റ് വാച്ച് ചെയ്യേണ്ടതാണ് ഒരു കാണിച്ചൊരു കഴപ്പിന്. പിന്നെ ഞാൻ ആലോചിച്ചു, ഇപ്പൊ ഞാനാണ് നോർവേന്റെ കോച്ച് എന്നുണ്ടെങ്കിൽ ഞാനും നമ്മളെ ടീമിന് ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ ചെയ്യുള്ളൂ. അല്ലാതെ ബാക്കിയുള്ള ഫുട്ബോൾ ഫാൻസിന് എംബാപ്പെ വേഴ്സസ് ഹാളണ്ട് കാണണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ ടീമിനെ ബലി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് മാത്രം ഞാൻ നോർവേനെ ഹെയ്റ്റ് വാച്ച് ചെയ്യണില്ല. നോർവേ ജയിക്കട്ടെ. ഹാളണ്ട് ഹീസ് എ ഗുഡ് ബോയ്. ഓക്കെ, ആളിങ്ങനെ ആരും വെറുപ്പിക്കുന്ന ഒരാളെന്നല്ല, ഹീസ് എ ഗുഡ് ബോയ്. കുറച്ചും കൂടെ മുന്നിൽ പോട്ടെ.
നമുക്ക് റൗണ്ട് ഓഫ് 16 പോലെ പുറത്താക്കാം. മെക്സിക്കോ വേഴ്സസ് ഇക്വഡോർ. 9 പോയിന്റും കിട്ടിയ ടീമാണ് മെക്സിക്കോ. ഇക്വഡോർ ഒന്ന് ഫോമിൽ എത്താൻ കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ചും കൂടെ ഈക്വൽ ആയിട്ടുള്ള ഒരു ഫിക്സർ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഞാനൊരു അൺപോപ്പുലർ പ്രിഡിക്ഷൻ ആയിട്ട് ഇക്വഡോർ ജയിക്കുമെന്ന് പറയാട്ടോ. എനിക്ക് എന്താണെന്നറിയില്ല, ഇവരിനി പ്രതീക്ഷിക്കാത്തൊരു ജയം ജയിക്കാനുണ്ട്. അത് ഇവിടെയാണ്, മെക്സിക്കോക്കെതിരെ. ഇംഗ്ലണ്ട് വേഴ്സസ് DR കോങ്കോ. നോ വേ മാൻ, നോ വേ DR കോങ്കോ ഈസ് ബീറ്റിംഗ് ഇംഗ്ലണ്ട്. പോർച്ചുഗലിനെതിരെ ഒരു സമനില കിട്ടിയത് അത് പോർച്ചുഗലിന് വയ്യാത്തോണ്ടാ, അല്ലാതെ കോങ്കോ അത്ര അടിപൊളിയായിട്ടല്ല. ബെൽജിയം വേഴ്സസ് അൾജീരിയ. സീരിയസ്ലി ഗെറ്റ് ഔട്ട്. USA വേഴ്സസ് ബോസ്നിയ. USA ഹാസ് ടു വിൻ. ഒരു തുർക്കിക്കെതിരെ തുർക്കി ആകെ ജയിച്ച ഒരു ടീം, ഗോൾ അടിച്ച ടീമായിട്ടുള്ള ഒരു പേരുദോഷം വെച്ചാട്ടോ USA വരുന്നത്. മാച്ച് ഡേ 3 തോറ്റു. ബോസ്നിയ ain't beating USA. The biggest fixture, പോർച്ചുഗൽ വേഴ്സസ് ക്രൊയേഷ്യ. ഗൈസ്, ഞാൻ ഈസി ആയിട്ട് പോർച്ചുഗൽ ജയിക്കുമെന്ന് പറയാനുള്ള കാരണം എന്താണെന്നറിയോ? ക്രൊയേഷ്യ, നമ്മുടെ നെതർലൻഡ്സ്, ജർമ്മനി, സ്പെയിൻ ഇങ്ങനെയുള്ള ടീമുകൾക്കെതിരെ പോർച്ചുഗൽ ഇടക്കിടക്ക് കളിച്ചിട്ടുണ്ട്. അല്ലാതെ ഈ മറ്റേ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ് പോലെ, ആഫ്രിക്കൻ കൺട്രീസ് പോലെ അല്ല. പോർച്ചുഗലിന്റെ സ്റ്റൈലിന് കളിക്കാൻ പറ്റുന്ന കൺട്രീസ് ആണ് യൂറോപ്യൻ ക്ലബ്സ് മോസ്റ്റ്ലി. ഇറ്റങ്ങൾ ആരും ബാക്കിൽ ഒരു ബസ്സും ട്രെയിനും നിർത്തിയിട്ടൊന്നുമില്ല. ഇവരും കുറെയൊക്കെ പൊസിഷൻ വെക്കാനൊക്കെ നോക്കും. ആൻഡ് ക്രൊയേഷ്യനെ സംബന്ധിച്ച് എന്താ പറയാ, കഴിഞ്ഞ 10-20 കൊല്ലമായിട്ടും ഈ സെയിം ഇച്ചുകൾ തന്നെയാണ് ഈ ടീം കളിക്കുന്നത്. ഓൽക്കൊക്കെ പ്രായമായി, അണ്ണന്റെ ഏജിലുള്ള ആൾക്കാരാ ബാക്കി എല്ലാവരും. പോർച്ചുഗലിന്റെ ഈ യങ് പ്ലേയേഴ്സ് ഒന്നൊന്ന് മൈൻഡ് വെച്ചാൽ, ഒരു ഇച്ചിരി പാഷനും എനർജിയും കാര്യങ്ങളൊക്കെ ഒന്ന് പുറത്തെടുത്താൽ പോർച്ചുഗലിന് ഈസി ആയിട്ട് ക്രൊയേഷ്യനെ തോൽപ്പിക്കാനുള്ളതേ ഉള്ളൂ. അണ്ണന്റെ കാര്യം അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു തന്നെ. ആളായിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ഇപ്പോൾ. മര്യാദക്ക് കളിക്ക്, ഇതൊക്കെ പോർച്ചുഗൽ ജയിച്ചോളൂ. സ്പെയിൻ വേഴ്സസ് ഓസ്ട്രിയ. സംഭവം ഓസ്ട്രിയനെ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ ഒരു അർജന്റീന തോൽപ്പിച്ചില്ല. ഓക്കെ, അതുകൊണ്ട് മാത്രം ഗെറ്റ് ഔട്ട്. സ്പെയിൻ വേഴ്സസ് ഓസ്ട്രിയ. സ്പെയിൻ ജയിക്കണു. അർജന്റീന വേഴ്സസ് കേബോ വെർദെ. ഒരു ഹിസ്റ്റോറിക്, ഒരു അണ്ടർഡോഗ് സ്റ്റോറിയൊക്കെ കേബോ വെർദെ രചിച്ചു കഴിഞ്ഞു. ഇനി പെണ്ണൊക്കെ അവിടെ വെച്ചാളി, വീട്ടിൽ പൊക്കോളൂ. സ്വിറ്റ്സർലൻഡ് വേഴ്സസ് സെനഗൽ. ഞാൻ എന്താണെന്നറിയോ, ഈ സെനഗലിന്റെ ഭാഗത്തു നിന്ന് ഞാൻ കുറെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വേൾഡ് കപ്പില്. ആൻഡ് അതിന്റെ ഒരു 50% പോലും ഒരു കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ല. ഓൺ ദി അതർ ഹാൻഡ് സ്വിറ്റ്സർലൻഡ് വാസ് ഡീസെന്റ്. ഒരു ഗ്രൂപ്പിൽ ടോപ്പ് ചെയ്തിട്ടാണ് അടുത്ത റൗണ്ടിന് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഓർക്കും ഞാൻ പറഞ്ഞ ഒരു പാഷൻ ഉള്ള ഒരു കൺട്രിയാണ്. നല്ല പാഷൻ ഉണ്ട്. അതുകൊണ്ട് ഒരു ജയിക്കട്ടെ. കൊളംബിയ വേഴ്സസ് ഗാന. കൊളംബിയ ലാറ്റിന ബാഡീസ് ഉള്ള കൺട്രി ആയതുകൊണ്ട് മാത്രം യു ആർ ഗോയിങ് ത്രൂ. ഗാനയും ദേ ആർ ഡീസെന്റ് ആസ് വെൽ. പക്ഷെ കൊളംബിയക്ക് ഒരു പ്രത്യേക തരം ഓറ ഉണ്ട് എന്നുള്ളത് പോർച്ചുഗലിനെതിരെ എല്ലാവരും കണ്ടതാ. ഒരു വേണമെന്ന് വെച്ചാൽ അത്രയും ഉഷാറായിട്ട് കളിക്കും. അവർക്ക് ജയിക്കേണ്ട ആവശ്യം പോലും ഇല്ലേനു, എന്നിട്ട് ഒരു അങ്ങനത്തെ കളി കളിച്ചു. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ഇനി ജയിക്കേണ്ട ആവശ്യമുള്ള കളിക്ക് ഒരു എങ്ങനെ കളിക്കുമെന്ന്. ദേ ആർ വിന്നിങ്. ഓസ്ട്രേലിയ വേഴ്സസ് ഈജിപ്ത്. ഓസ്ട്രേലിയക്ക് Egypt. So this is my round of 32 prediction. And ഇവിടുന്ന് അങ്ങോട്ടാണ് കേട്ടോ സ്ക്രിപ്റ്റില് ആ ഒരു ഫയർ വരുന്നത്. അണ്ണൻ ഫാൻസ്, റൊണാൾഡോ ഫാൻസ്, നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണ ഒരു സാധനം വരാനുണ്ട്. ഓക്കെ, നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു സാധനം വരാനുണ്ട്. ജർമ്മനി വേഴ്സസ് ഫ്രാൻസോ. പോർച്ചുഗൽ വേഴ്സസ് സ്പെയിൻ. വാവ്. ബ്രസീൽ വേഴ്സസ്. എജാതി ഫിക്സ്ചേഴ്സ് അല്ലേ ഈ ഒരു മാച്ചില്. ജർമ്മനിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞു, എന്ത് ഒരു ഗ്രൂപ്പ് സ്റ്റേജിലെ 3rd മാച്ചിൽ ഇക്വഡോറിനെതിരെ പറയിപ്പിച്ചത് കൊണ്ട്, അല്ലെങ്കിൽ എന്താ പറയാ, ഓരോ കുറെ കാര്യങ്ങള് എക്സ്പോസ് ആയി ആ ഒരു മാച്ചില്. അവർക്ക് എത്രത്തോളം കഴിയുന്നുള്ളതിന്റെ ഒരു ലിമിറ്റ് അവിടെ ഒരു കാണിച്ചു തന്നു. ആൻഡ് ഫ്രാൻസിന് ആ ഒരു ലിമിറ്റ് ഇല്ല, ഒരു ഫൈനൽ വരെ പോകും. അതങ്ങനെയാണ്, ഓരോ പറഞ്ഞിട്ട് കാര്യമില്ല. ആ ടീമിലുള്ള പ്ലേയേഴ്സ് വേൾഡ് കപ്പിനാണ് വരുമ്പോൾ പ്രത്യേക ഒരു എനർജിയാണ്. അതുകൊണ്ട് മാത്രം ജർമ്മനി. ടാറ്റാ. കാനഡ വേഴ്സസ് നെതർലാൻഡ്സ്. കാനഡൻ്റെത് കഴിഞ്ഞു. ഓക്കെ, ഹോം കൺട്രിയാണ് അല്ലെങ്കിൽ ഹോസ്റ്റ് കൺട്രിയാന്നുള്ള ഒരു സാധനം കൊണ്ടാണ് ഒരു റൗണ്ട് ഓഫ് 16 വരെ എത്തിയത്. അത് മതി, ഇനി അവിടെ നിന്നോളൂ. ഇനി ബാക്കിയുള്ള രാജ്യങ്ങൾ കളിച്ചോട്ടെ. ബ്രസീൽ വേഴ്സസ് നോർവേ. ഹാളൻഡ്, ഗിറൌത്ത്, വൈക്കിങ്ങും കൊട്ടലൊക്കെ മതി. ബ്രസീൽ ഓൽക്കൊരു ഡാൻസ് ഉണ്ട്. നിങ്ങളെ മറ്റേ ചെണ്ടകൊട്ടിനേക്കാളും രസമുള്ള ഡാൻസ് ഓർക്കുണ്ട്. ഇക്വഡോർ വേഴ്സസ് ഇംഗ്ലണ്ട്. ഇറ്റ്സ് നോട്ട് കമ്മിങ് ഹോം, ബട്ട് റൗണ്ട് ഓഫ് 16 ഇംഗ്ലണ്ട് കടക്കും. ഇംഗ്ലണ്ട് ജയിക്കണം, ഇല്ലെങ്കിൽ ഒരു രസമല്ല. ഒന്നാലും ഒരു ഫൈനലിലോ അല്ലെങ്കിൽ സെമിയിലൊക്കെ തോൽക്കുമ്പോൾ നമുക്ക് പിന്നെയും ഇറ്റ്സ് നോട്ട് കമ്മിങ് ഹോം എന്ന് പറഞ്ഞ് കളിയാക്കാൻ പറ്റുള്ളൂ. പോർച്ചുഗൽ വേഴ്സസ് സ്പെയിൻ. ഇവിടെയാണ് ഞാൻ പറഞ്ഞ സ്ക്രിപ്റ്റ് വരുന്നത്. യമാൽ
ജമാൽ വേഴ്സസ് CR7. ഈ സാധനമൊക്കെ നിങ്ങൾ ഇങ്ങനെ എക്സ്പെക്ട് ചെയ്യല്ലേ? ഐ നോ നമ്മളെ നേഷൻസ് ലീഗ് ഫൈനൽ പോലെ തന്നെ എല്ലാവരും എന്ത് വിചാരിക്കും? പോർച്ചുഗലിന്റെ ഈ വയ്യാത്ത പ്ലേയേഴ്സ്, വയ്യാത്ത സ്ക്വാഡ്, താല്പര്യമില്ലാത്ത, പാഷൻ ഇല്ലാത്ത സ്ക്വാഡിനെതിരെ സ്പെയിൻ ഈസി ആയിട്ട് ജയിക്കും. ബട്ട് നോ, പോർച്ചുഗൽ ആർ വിന്നിങ്. വേൾഡ് കപ്പിന് ഏറ്റവും സാധ്യതയുള്ള ഒരു കൺട്രിയാണ് സ്പെയിൻ ആഫ്റ്റർ ഫ്രാൻസ്. പക്ഷെ പോർച്ചുഗൽ അവരെ തോൽപ്പിച്ചിട്ട് എല്ലാവരും അഗെയിൻ CR7 ഈസ് ബാക്ക്, പോർച്ചുഗൽ ഈസ് ബാക്ക് എന്നൊക്കെ പറയും. എനിക്കറിയാം, ഇതാണ് ഞാൻ പറഞ്ഞത്. ആരും എക്സ്പെക്ട് ചെയ്തിട്ടില്ലല്ലോ. USA വേഴ്സസ് ബെൽജിയം. ബെൽജിയത്തിന്റെ ഗോൾഡൻ ജനറേഷൻ. ഒരു യുഎസ്എനെ തോൽപ്പിച്ചിട്ട് ബെൽജിയത്തിന്റെ ഗോൾഡൻ ജനറേഷൻ ഔട്ട് ആവും. USA ഇറ്റ്സ് ഓവർ. അപ്പോ എല്ലാ ഹോസ്റ്റ് നേഷൻസും ഔട്ട് ആയില്ലേ? ഗുഡ്. അർജന്റീന വേഴ്സസ് ഈജിപ്ത്, സല വേഴ്സസ് മെസ്സി. കുറെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സ്വിറ്റ്സർലൻഡ് വേഴ്സസ് കൊളംബിയ. വാവ്, ക്വാർട്ടർ ഫൈനൽസ്. ഫ്രാൻസ് വേഴ്സസ് നെതർലൻഡ്സ്, ഫ്രാൻസ് അഗെയിൻ. പോർച്ചുഗൽ വേഴ്സസ് ബെൽജിയം, പോർച്ചുഗൽ അഗെയിൻ. ബ്രസീൽ വേഴ്സസ് ഇംഗ്ലണ്ട്. അർജന്റീന വേഴ്സസ് കൊളംബിയ. കൊളംബിയക്കെതിരെയാണ് അർജന്റീന ഇടയ്ക്കെങ്കിലൊക്കെ തോൽക്കലുള്ളത് കേട്ടോ. there is no way man, like seriously, അർജന്റീന കൊളംബിയക്കെതിരെ തോൽക്കേ? നോ. എടാ, ആ ടീം വേറൊരു ടീമാ, വേറൊരു ലെവൽ ടീം. അധികം മെസ്സിയും കൂടെ വരും. ഇറ്റങ്ങൾ എന്തൊക്കെ കാണിക്കുന്നുണ്ട്. എന്തോ നമുക്കിങ്ങനെ ദേഷ്യം വരും, നമുക്ക് അസൂയ തോന്നും. അസൂയക്കും കഷണ്ടിക്കും മരുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷെ എനിക്ക് അസൂയ വരുന്നുണ്ട്. ഫ്രാൻസ് വേഴ്സസ് പോർച്ചുഗൽ, എംബാപ്പെ വേഴ്സസ് റൊണാൾഡോ. രണ്ടും അത്രയും പേപ്പറിൽ അത്രയും അടിപൊളി സ്ക്വാഡാണ്. ബട്ട് ഫ്രാൻസ്, പോർച്ചുഗലിന്റെ ആ ഒരു ഡ്രീം ഒക്കെ കഴിഞ്ഞിട്ടോ. ഒരു ശരിക്ക് ഇവിടെ റൗണ്ട് ഓഫ് 32 ഔട്ട് ആവേണ്ടതാ. പിന്നെ സ്ക്രിപ്റ്റ് അനുസരിച്ചിട്ട് റൊണാൾഡോ ഫാൻസിനൊക്കെ ഒരു പ്രതീക്ഷ തന്നിട്ട് പുറത്താക്കാന്ന ട്രംപ് പറഞ്ഞത്. ആ പ്രതീക്ഷയാണ് സെമി ഫൈനൽ ഇവരെ എത്തിയത്. ഫൈനൽ അർജന്റീന വേഴ്സസ് പോർച്ചുഗൽ ഒക്കെ വരും അങ്ങനെ പ്രതീക്ഷിച്ചിട്ട് നോ. ആൻഡ് ഫ്രാൻസ് ജയിക്കും. കഴിഞ്ഞ വേൾഡ് കപ്പിലെ ഫൈനലിന്റെ ഒരു റിവെഞ്ച് പോലെ. ഓക്കെ, ഫ്രാൻസ് ജയിക്കും. പക്ഷെ മെസ്സിയും കൂട്ടരും ഇങ്ങനെ ചിരിച്ചു കളിച്ചൊക്കെ വീട്ടിൽ പോട്ടെ. കാരണം ഓൾക്ക് ഓൾറെഡി ഒന്നുണ്ട്. എന്തിനാ വെറുതെ രണ്ടെണ്ണം അടുപ്പിച്ചടിക്കേണ്ട ആവശ്യമില്ല. വേണ്ട, അത്രക്കൊന്നും വേണ്ട. അല്ലെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. ഇനി അടുപ്പിച്ചൊക്കെ അടിച്ചുള്ള അവസ്ഥ ആലോചിച്ചോക്ക്. നോ, ഫ്രാൻസ് ആണ് നമ്മുടെ ചാമ്പ്യൻസ്. ആൻഡ് പോർച്ചുഗൽ വേഴ്സസ് ഇംഗ്ലണ്ട് ജയിക്കണോ? പോർച്ചുഗൽ ജയിക്കണോ? ഇംഗ്ലണ്ടിലെ പണ്ഡിറ്റ്സും എല്ലാവരും കൂടെ ചേർന്നിട്ട് റൊണാൾഡോനെ പിന്നെയും കുറ്റം പറയാൻ തുടങ്ങണോ? ഇതൊക്കെയാണ് ഇതിന്റെ ഒരു സ്ക്രിപ്റ്റ്. ഓക്കെ, സോ ദിസ് ഈസ് ഇറ്റ്. ഓക്കെ, നിങ്ങൾ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. കാരണം ഇതേപോലെയാണ് സംഭവിക്കാൻ പോകുന്നത്. എനിക്ക് ഇങ്ങനെ സംഭവിക്കാറൊന്നല്ല ആഗ്രഹം. എനിക്ക് ആ ഒരു പോർച്ചുഗൽ അർജന്റീന ഫൈനൽ കണ്ട് റൊണാൾഡോയും പോർച്ചുഗലും അർജന്റീന തോൽപ്പിച്ചിട്ട് ആ ഒരു ഗോഡ് ഡിബേറ്റിനെ പറ്റി പിന്നെ എന്തെങ്കിലുമൊക്കെ കണക്കണ പറഞ്ഞ് വീഡിയോ ഇട്ട് വ്യൂസ് ഉണ്ടാക്കണം, പൈസ ഉണ്ടാക്കണം എന്ന് എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷെ എന്താ ചെയ്യാ? എല്ലാം നമ്മളെ ഇഷ്ടം പോലെ നടക്കൂലല്ലോ. ഇതാണ് നടക്കാൻ പോണത്. ഓക്കെ, നിങ്ങളുടെ പ്രിഡിക്ഷൻസ് ഇതുപോലെ കമന്റ്സിൽ മൊത്തം പറയണം, ഡീറ്റെയിൽഡ് ആയിട്ട് പറയണം. ബൈ.